ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലിയോ, നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് അവരുടെ എന്താണ് കറണ്ട് എനർജീന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി പേഴ്സൻ്റെ എന്താണ്? പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ഈ പേഴ്സൺ അവരൊരു ഓഫർ ഉണ്ടാക്കാൻ ശ്രമിക്കും ഈ മാസം. അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം, ഒരു സ്റ്റേബിൾ ബിഗിനിങ് വേണം. ഇതൊരു അപ്പോളജിയും ആവാം. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ എഫേർട്ട് ഇടാൻ ശ്രമിക്കും. അവർക്ക് അറിയാം ഈ റിലേഷൻഷിപ്പിൽ അവർ അത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായില്ല, അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ട്. നിങ്ങളുടെ എനർജി എന്താ ഓവറോൾ? നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിപ്പോയി, ഇതിലിപ്പോൾ ഒരു ചാൻസ് ഇല്ല, ഈ പേഴ്സൺ അവർക്ക് എന്നെ ഇഷ്ടമല്ല, അങ്ങനത്തെ കുറച്ചൊരു നെഗറ്റീവ് തോട്ട്സിലാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ കൂടെയുള്ള ചാൻസ് ഇപ്പോൾ ഇല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരിക്കലും ശരിയാവില്ല. പക്ഷെ അങ്ങനെ അല്ല, ഇത് ഒരു ഡെസ്റ്റിൻ റിലേഷൻഷിപ്പാണ്. ആൻഡ് ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മെസ്സേജ് അയക്കും. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. ലവേഴ്സ് ജെമിനി എനർജിയാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ ബോണ്ട് കുറെ സ്ട്രോങ് ആണ് ഇവിടെ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എന്താണ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? 7 of Wands ഇതൊരു റെസിസ്റ്റൻസിന്റെ എനർജിയാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. എന്തിനാ അവർ ആ ഫീലിങ്സ് ബ്ലോക്ക് ചെയ്യണത്? നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ അതിനെ എങ്ങനെയോ പറഞ്ഞാൽ മേ ബി അവർക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ അത്ര പേടി ഉണ്ടാവും, ഓർ മേ ബി അവർ ഷുവർ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവരുടെ ഫീലിങ്സിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇത് സമയത്തിന്റെ കളിയാണ്. എവിടെയോ ഈ പേഴ്സണ് തോന്നുന്നുണ്ട് അവർ റെഡി അല്ല ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞാനൊരു കുറെ ഫ്ലോട്ടേഷ്യസ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി കുറെ ഒരു അവർ ഇൻട്രസ്റ്റഡ് ആണ്, പറഞ്ഞ കുറെ ഒരു ഫ്ലോട്ടിങ് എനർജി ഉണ്ട് ഇവിടെ. പക്ഷെ ഈ സമയം അവർക്ക് മേ ബി അവർ റെഡി ആയിരിക്കില്ല ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അതിൻ്റെ അവരുടെ തോട്ട്സിലൊരു മാറ്റം വരും. പക്ഷെ എന്നുവെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ടൈം ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും അവരുടെ തോട്ട്സിൽ, അവരുടെ ഫീലിങ്സിൽ. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കണം, എന്താണ് ഫ്യൂച്ചർ, ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റൻഷൻസ് എന്താണ്? അവർ കുറെ സ്ട്രെസ്ഡ് ആണ്. ആക്ച്വലി അവർക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. കുറെ സ്ട്രെസ്ഡ് ആണ്, കുറെ ആങ്സൈറ്റി ഉണ്ട്. രാത്രി അവർക്ക് ശരിക്കും ഉറക്കം വരാറില്ല. എന്നുവെച്ചാൽ അവർക്ക് അറിയാം ഇതൊരു ട്രിക്കി സിറ്റുവേഷൻ ആണ്. അവർ ഒരു ആക്ഷനും എടുക്കില്ല വെച്ചാൽ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി പോകും എന്ന് അവർക്കറിയാം. നിങ്ങളുടെ എന്താണ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യണത്? നിങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറെ ക്ലിയർ ആണ്. നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഇല്ല. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. സൺ ലിയോ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും ഒളിപ്പിക്കില്ല. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഈ പേഴ്സണിനെ മേ ബി ഹിൻസ് കൊടുക്കുന്നുണ്ടാവും, ഓർ പറയുണ്ടാവും, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ പേഴ്സണിന്റെ അടുത്തുനിന്നാണ് റെസിസ്റ്റൻസ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നിങ്ങൾ എന്താണ് ആലോചിക്കണം? നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നുണ്ട്. ഏരീസ് എനർജി, നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രൈ ചെയ്യണം എന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ രണ്ടാൾക്കും സെയിം ഫീലിങ്സ് ആണ് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് കൊടുക്കണം എന്നുണ്ട്. ഈ പേഴ്സന്റെ എന്താണ്
ബ്ലോക്കേജ്, ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്കേജ്? ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് ഹൈറോഫാണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, ഓറൽസ് നിങ്ങൾ രണ്ടാളുടെയും കാസ്റ്റ് കമ്മ്യൂണിറ്റി അത് വേറെ ആയിരിക്കാം, റിലിജൻ വേറെ ആയിരിക്കാം, അതും ആയിരിക്കും പ്രോബ്ലം ഇവിടെ. അതുമാത്രമല്ല ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, ഫാമിലി ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം. മേ ബി ഈ പേഴ്സൺ മാരേജിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല, ഓറൽസ് നിങ്ങൾ മാരേജ്, നിങ്ങളുടെ രണ്ടാളുടെയും തോട്ട്സ് മാരേജിനെ പറ്റി വേറെ തോട്ട്സ് ആണ്, അപ്പോൾ അത് മാച്ച് ആവില്ല. അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് വേറെയാണ്, എസ്പെഷ്യലി റിലിജ്യൻ ആൻഡ് നിങ്ങളുടെ കൾച്ചർ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ഹൈറോഫാണ്ട് ഇവിടെ എന്താണ്? ടവർ. വേറെ എന്താ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൻ്റെ ഓൾറെഡി മാരേജ് ആയി കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ടുണ്ട് വെച്ചാൽ അതുകൊണ്ടുമായിരിക്കാം ഈ പേഴ്സൺ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ മാരേജ് ആയിട്ട് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അതുകൊണ്ടുമായിരിക്കാം ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഡൗട്ട്സ് ഉള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ഇതൊരു ആക്സെപ്റ്റഡ് ആവുമോ, അവരുടെ ഫാമിലി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യോ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ടവർ സ്കോർപ്പിയോ എനർജി, ഹൈറോഫാണ്ട് ടോറസ് എനർജി. ഞാൻ പറഞ്ഞ മാതിരി ആർക്കും ഇവിടെ ഒരു പേടിയുണ്ട് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ. ഓക്കെ, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ ഇവിടെ അഡ്വൈസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? രണ്ടാൾക്കും അഡ്വൈസ്, നിങ്ങൾ രണ്ടാൾക്കും ഇവിടെ യൂണിവേഴ്സ് അഡ്വൈസ് തരുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു ക്രോസ് റോഡ്സിലാണ്. ഇതൊരു വെരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഈ ഡിസിഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും ബാധിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയുടെ കൂടെ ഡിസൈഡ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഒരു ഡിസിഷനും എടുക്കാണ്ടാണ് ഒരു ക്രോസ് റോഡ്സിലുള്ളത്. എന്ന് വെച്ചാൽ രണ്ടാളുടെയും കണ്ണിൽ ഇവിടെ ഒരു മാസ്ക് ആണ്. ഇവിടെ നിങ്ങൾ ഈ ഇമേജ് കണ്ട ഈ പേഴ്സൺ ശരിക്കും അവർക്ക് കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരുടെ കണ്ണിൽ എന്തോ ഒരു മാസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിയും ഇങ്ങനെയാണ്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഒരു ക്ലാരിറ്റിയുടെ കൂടെ അല്ല ആലോചിക്കണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഐഡിയ ഇല്ല എങ്ങനെയായിരിക്കും ഇത് മുമ്പോട്ട് പോവാന്ന ഐഡിയ ഇല്ല. അപ്പോൾ ഇമോഷണലും പ്രാക്ടിക്കൽ എനർജിയുടെ ഇടയ്ക്കാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നോക്കണത്. അപ്പോൾ സൂക്ഷിച്ച് ഡിസൈഡ് ചെയ്യുക. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. മേ ബി നിങ്ങൾക്ക് ആരുടെയോ അഡ്വൈസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ക്വീൻ ഓഫ് സോഡ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ 2 ക്വീൻസ് ഉണ്ട്. ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ വെരി ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുക എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്, എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ, അതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് വിതൗട്ട് കോംപ്രമൈസിങ്. നിങ്ങളുടെ രണ്ടാൾക്കും നിങ്ങളുടെ തന്നെ ഐഡിയാസ് ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും, വേ ഓഫ് ലിവിങ് ഉണ്ടാവും. പക്ഷെ അതിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരുമിച്ച് വരണം വെച്ചാൽ, ആൻഡ് അതും ഒരാൾക്ക് മാത്രം കോംപ്രമൈസ് ചെയ്ത് മറ്റേ ആൾക്ക് ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഈ റിലേഷൻഷിപ്പിൽ വരണം വെച്ചാൽ അതും ശരിയല്ല. അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ആൻഡ് അതാണ് ഇവിടെ അഡ്വൈസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മെസ്സേജ് അയക്കും. എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ട മാതിരി തന്നെ ഔട്ട്കം ഞാൻ ഇവിടെ കാണുന്നത് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ. 9 ഓഫ് കപ്സ്. പക്ഷെ ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾസ് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ആവില്ല. എന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ഔട്ട്കം ഉണ്ടാവില്ല. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഞാൻ കാണുന്നത് ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. പക്ഷെ മറ്റേ സെറ്റിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു റിജക്ഷൻ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് ഒരു റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ.
ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്ങിൽ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ മാത്രം എനർജിയാണ്, നിങ്ങളുടെ മാത്രമായിട്ട് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുടെ എനർജി ഈ റീഡിങ്ങിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടായിരിക്കും ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുക അപ്പോൾ. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേ ചെയ്തിട്ട് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേ ചെയ്യാൻ ബുക്ക് ചെയ്യാൻ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ച വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ആ ചാറ്റിൽ ഇല്ലാച്ച ഇമെയിലിൽ തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.